ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷിനെ ഞെട്ടിക്കുന്ന രീതിയിൽ ആദ്യം പറയുന്നുണ്ട്, അതെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ഡാഡി അടുത്ത് ഇപ്പോൾ ഒരു പിണക്കുമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഡാഡി എന്ന് പറയാണ്. മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താണെങ്കിലും നീ എന്നോട് പറഞ്ഞോ എന്ന് പറയുമ്പോൾ, അത് പിന്നെ എനിക്കും ചിപ്പിക്കും ഡാഡിക്കും മമ്മിയും കൂടി ഒരുമിച്ച് താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വേറെ ആരും പാടില്ല, നമ്മൾ 4 പേര് മാത്രം എന്ന് പറയാണ്. അത് കേൾക്കണം മഹേഷിനാകെ ഷോക്കായി പോട്ടോ. കാരണം വെച്ചാൽ ആദില മനസ്സിൽ ഇപ്പോഴും തൻ്റെ മമ്മിയും ഡാഡിയും കൂടി ഒന്നിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒട്ടും വിചാരിക്കാത്ത തരത്തിലുള്ള ആഗ്രഹമാണ് ആദിയുടെ മനസ്സിലെന്ന് അറിയുമ്പോൾ മഹേഷ് ഇങ്ങനെ കിടുങ്ങി പോവാണ്. മഹേഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ആദ്യം ചോദിക്കണ്ടേ, എന്താ ഡാഡി ഒന്നും പറയാത്തത്, എൻ്റെ ഈ ആഗ്രഹം നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മോനെ അത് പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളിൽ ബെല്ലടിക്കുക കേട്ടോ, ക്ലാസ് തുടങ്ങാനായാലും മോൻ പോയിട്ട് വാ എന്ന് പറയാണ്. ഡാഡി വൈകിട്ട് വരും, നോക്കാം മോനെ എന്ന് പറയുന്നുണ്ട്. ശേഷം മഹേഷ് ആകെ വിഷമിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി രാമനാഥനൊക്കെ ചോദിക്കണ്ട്, എല്ലാം എന്താ ഇന്ന് സ്കൂളിൽ വെച്ചിട്ട് അവനെ കണ്ടോ, എന്ത് പറഞ്ഞു അവൻ ചോദിക്കുമ്പോൾ, അവിടെ കണ്ടായിരുന്നു, നിന്നോട് സംസാരിച്ചു, എന്നോട് പിണക്കമൊന്നുമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഡാഡി എന്നൊക്കെ വിളിച്ചു എന്ന് പറയാണ്. പിന്നെയോ, പിന്നെ ഒന്നുമില്ലെന്ന് പറയാണ്. എന്താടാ കാര്യം പറ, അത് ഞാൻ പറഞ്ഞ ഇഷിതക്ക് വല്ലാത്ത വിഷമമാകും, അതിനിപ്പോൾ ഇഷിത ഇല്ലല്ലോ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇന്നവൻ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു. ആഗ്രഹമോ, എന്താഗ്രഹം, എന്തെങ്കിലും വാങ്ങിച്ചു തരാനാണോ? വാങ്ങിച്ചു തരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇതവൻ പറഞ്ഞത് അവൻ്റെ മമ്മിയും ഞാനും ചിപ്പിയും അവനും കൂടി ഒന്നിച്ച് താമസിക്കണമെന്നാണ് പറഞ്ഞത്. ആ കുരുത്തം കെട്ടവളെ ഇവിടെ വീണ്ടും കൊണ്ടുവരാനായിട്ടോ, അവൻ്റെ എന്താ തലക്ക് വട്ടാണോ? ആർക്ക് വേണം ആ അഴുക്കുചാലിനെ എന്ന് സ്വപ്നവലി പറയാണ്. അമ്മേ, നമുക്കവൾ അഴുക്കുചാലാണ്, നമുക്കവളുടെ സ്വഭാവം എല്ലാം അറിയാം, പക്ഷെ ആദിക്ക് അവൻ്റെ സ്വന്തം അമ്മയല്ലേ, അതുകൊണ്ട് അവനെ തള്ളിക്കളയാൻ പറ്റില്ല, അവന് ഇപ്പം ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അവളെ തന്നെയാണ്. പക്ഷെ ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഷോക്കായിപ്പോയി. ഇഷിതനെ അവൻ പാടെ മറന്നു പോയ പോലെ എനിക്ക് തോന്നിയിട്ടെന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ടേ, മോനെ ഇത് നീ ഇഷിതയുടെ അടുത്ത് പറയണം കേട്ടോ, അവൾക്ക് ആകെ വിഷമവും. ഇല്ല അച്ഛാ, ഞാൻ പറയില്ല, പക്ഷേ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് വൈകുന്നേരം കൊടുക്കണം, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അച്ഛാ എന്ന് പറയുമ്പോൾ, നീ ഒന്നും പറയണ്ട, അഥവാ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുട്ടിയല്ലേ, നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഒരു സമയത്ത് 2 പേരും പിരിഞ്ഞതാണെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാണ്. അച്ഛാ, അതൊക്കെ അവന് അറിയാവുന്ന കാര്യമല്ലേ, പക്ഷെ അവനിപ്പോൾ സ്വപ്നം കാണുന്നത് അങ്ങനത്തെ ഒരു ലോകമാണ്, വേറെ ആരും പാടില്ല, 4 പേര് മാത്രം, ഞാനും അവനും ചിപ്പിയും രചനയും മാത്രമുള്ളൊരു ലോകം അവനിപ്പോൾ സ്വപ്നം കാണുന്നത്. ഇതെന്താ മോനെ, പ്രശ്നങ്ങൾ ഒഴിയാത്തൊരു സമയമില്ലല്ലോ, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളല്ലോ. ആദ്യം നിന്നായിട്ട് അടുത്തപ്പോൾ ഒരുപാട് സന്തോഷിച്ചാണ്, പക്ഷെ ഇപ്പം അവൻ പറയുന്ന ആഗ്രഹം ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു ആഗ്രഹമാണല്ലോ അവൻ പറയണത്. അതെ, എനിക്കറിയില്ല അച്ഛാ, എനിക്ക് ആകെ അവൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഷോക്കായി പോയി എന്നൊക്കെ പറയാണ് മഹേഷ്. ശേഷം മഹേഷ് ആകെ മൂടിയായിട്ട് നിൽക്കുമ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുട്ടോ. മഹേഷ് എത്തിയോ, ഇന്നെങ്ങനെ ഉണ്ടായത്, മോനെ കണ്ടോ, മോൻ എന്ത് പറഞ്ഞു? ഞാൻ അറിഞ്ഞട്ടോ, മോൻ ഡാഡി എന്നൊക്കെ വിളിച്ചല്ലേ എന്ന് പറയാണ്. വിളിച്ചടോ, പിന്നെന്താ മഹേഷിനൊരു സന്തോഷമില്ലാത്തത് എന്ന് ഇഷിത ചോദിക്കുമ്പോൾ, ഒന്നുമില്ലടോ, എന്തോ ഉണ്ട്. എന്ത് പറ്റി മഹേഷ്, എന്തൊരു പ്രശ്നമുണ്ടോ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമാണോ, വിനോദിൻ്റെ കാര്യമാണ്? അതൊന്നുമല്ല. പിന്നെ എന്താ മഹേഷ്, മഹേഷിനോട് മോശമായിട്ട് എന്തെങ്കിലും? ഇല്ലടോ, അവനോട് ഇപ്പോൾ ഇഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ മഹേഷ് എന്തിനാ ആകെ വിഷമിച്ചിരിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇഷിത ജീവിതം പോണത്. എന്താ മഹേഷ് ഇപ്പം ഇങ്ങനെ പറയാൻ? അത് അങ്ങനെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരിക്കലും ജീവിതം പോവില്ലല്ലോ എന്ന് പറയാണ്. പക്ഷേ എന്തോ വല്ലാത്തൊരു വിഷമം പോലെ തോന്നുവാടോ, എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. മഹേഷിൻ്റെ പെരുമാറ്റത്തിൽ ഇഷിതയ്ക്ക് എന്തോ സംശയം തോന്നുവാണ്. ഇഷിത വേഗം ചിപ്പിയെടുത്ത് ചോദിക്കേണ്ട, മോളെ ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ ഡാഡി എടുത്ത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല അമ്മേ, ഞാൻ അപ്പുറത്തേക്ക് പോയി, ആദ്യേട്ടനും ഡാഡിയും കൂടി ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഡാഡി ആകെ മൂടിയായിട്ടിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ആദ്യേട്ടൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്ന് പറയാണ്. എന്നാൽ നാളെ ഞാൻ വരാം, ആദ്യടുത്തൊന്ന് സംസാരിക്കണം എന്ന് ഇഷിത പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇഷിതയാണ് ചിപ്പിനെ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. ആ സമയത്ത് ആദി വേഗം വരുന്നുണ്ട്. ഇഷിത ചോദിക്കണ്ട, ആദിമോൻ എത്തിയല്ലോ, അല്ല ആദിമോന് സുഖമല്ലേ? ഇഷിതാമ്മേ സുഖമാണ്. അല്ല ഇന്നലെ മഹേഷ് കൊണ്ടുവന്നാക്കി, ചിപ്പിനെ കൊണ്ടാക്കിയപ്പോൾ ഡാഡി എന്നൊക്കെ വിളിച്ചപ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷം കേട്ടോ, മഹേഷ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. അതുമാത്രമേ ഡാഡി പറഞ്ഞുള്ളൂ, വേറെ എന്താ മോനെ, വേറെന്താ കാര്യം ചോദിക്കുമ്പോൾ, അത് ഞാൻ പിന്നെ ഒരു കാര്യം, എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ് ഇഷിതാമ്മ തെറ്റിദ്ധരിക്കരുതെന്ന് പറയാണ്. മോൻ എന്താണെങ്കിലും എന്നോട് പറയാലോ, പറ എന്ന് പറയാണ്. അതേ, ഞാൻ ഡാഡിയുടെ അടുത്ത് ഇന്നലെ പറഞ്ഞു, ഞാനും ചിപ്പിയും ഡാഡിയും രചനാമ്മയും ഒന്നിച്ചുള്ളൊരു ജീവിതം സാധിക്കുമെന്നൊക്കെ ചോദിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ഇഷിതയാകെ ഷോക്കാവാട്ടോ. പെട്ടെന്ന് തന്നെ ആദ്യം പറയുന്നുണ്ട്, അയ്യോ ഇത് ക്ലാസ് തുടങ്ങാൻ സമയം, ഞാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ്. ഇഷിതക്കാകെ ഷോക്കാവാട്ടോ. അപ്പോൾ ഇഷിതക്ക് കാര്യം മനസ്സിലായി.
അപ്പോൾ ഇതുകൊണ്ടാണ് മഹേഷ് ആകെ വിഷമിച്ചിരുന്നുള്ള സത്യമൊക്കെ ഇഷിതക്ക് മനസ്സിലായ കേട്ടോ. ഇഷിത കണ്ണൊക്കെ നിറഞ്ഞ് വേഗം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തുന്ന ഇഷിത ആകെ കരഞ്ഞുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുക കേട്ടോ. ഒരു സ്വപ്നവലി രാമനാഥനൊക്കെ ചോദിക്കണ്ടേ, എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നൊക്കെ പറയുന്ന റൂമിൽ തന്നെ അടച്ചുപൂട്ടി ഇഷിത ഇരിക്കുകയാണ്. മഹേഷ് വരുന്നുണ്ട്. എന്താ അമ്മേ പ്രശ്നം ചോദിക്കുമ്പോൾ അറിയില്ല, അവൾ വന്നപ്പോൾ തൊട്ട് റൂമിൽ കയറി കരഞ്ഞുകൊണ്ടിരിക്കുക, എന്താ പ്രശ്നമെന്ന് അറിയില്ലെന്ന് പറയാണ്. എടോ ഇഷിത എന്താണോ പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല മഹേഷ് എന്ന് പറയാണ്. എടോ താൻ എന്നോട് പറ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകണോ മഹേഷ് എന്ന് ചോദിക്കുകയാണ്. ഒഴിഞ്ഞു പോകാനോ? എങ്ങോട്ടേക്ക്? അല്ല ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാം. പിള്ളേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട്, രചനയായിട്ട്. ഓ അപ്പം താനത് അറിഞ്ഞു അല്ലേ? തന്നോട് ഇത് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞതായിരിക്കോട്ടെ, അവൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകണോ എന്ന് ചോദിക്കുകയാണ്. എടോ നോക്ക്, എൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യയുള്ളൂ, അത് താനാണ്. രചനനെ ഞാൻ ഉപേക്ഷിച്ച കാര്യം തനിക്കറിയാലോ. ഒരു ഭർത്താവും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തെറ്റാണ് അവളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവളെ സ്വീകരിച്ചാനെ. എനിക്ക് അവളെ വേണ്ടടോ, തനിക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോവാം. പക്ഷേ എന്ന് വെച്ചിട്ട് എന്നെ രചനയെ സ്വീകരിക്കുന്നു താൻ ഒരിക്കലും വിചാരിക്കേണ്ട. എനിക്ക് ആദ്യം ഇവിടെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മാത്രം എനിക്ക് മതി. പക്ഷെ തന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യടോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിത പൊട്ടി കരഞ്ഞു പോവാട്ടോ. ഇഷിതയുടെ കണ്ണ് തുടച്ചെടുക്കുകയാണ് മഹേഷ്. ആ ഭാഗമാണ് നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടത്. ശേഷം ആദ്യമാണെന്നുണ്ടെങ്കിലും രചനയും മഹേഷിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി നടക്കുവാട്ടോ. എങ്ങനെയെങ്കിലും രചനയും അതുപോലെ തന്നെ മഹേഷ് ഒന്നിക്കണം, അവർ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ആദിക്കുള്ളൂ. ആദ്യം രചന അടുത്ത് പറയുന്നുണ്ട്, മമ്മി ഇന്ന് ഞങ്ങൾക്ക് ഡാഡിയുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയാലോ? അവിടെയോ? അവിടേക്കൊന്നും ഞാനില്ല. എന്തിനാ മമ്മി അവിടെ വരാൻ ഇങ്ങനെ പേടിക്കണത്? അല്ല മമ്മിക്ക് എന്തെങ്കിലും നാണക്കേടോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കോ നാണക്കേടൊന്നും ഇല്ല. അവിടുത്തെ മഹേഷിൻ്റെ അമ്മയുടെ സ്വഭാവം മോനറിയാലോ, എന്ത് സ്വഭാവം? നല്ല സ്വഭാവമാണല്ലോ. എനിക്ക് വരാൻ താല്പര്യമില്ല മോനെ എന്ന് പറയണം. മമ്മിക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മമ്മി അവിടെ വരെ വരണം എന്ന് പറയാട്ടോ. അങ്ങനെ ആദ്യയുടെ നിർബന്ധപ്രകാരം രചനയും മഹേഷായിട്ട് ഇങ്ങനെ അടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുകയാണ്. രചനക്കും ചെറുതായിട്ടൊക്കെ ആകാശനെ മടുത്ത് തുടങ്ങി കേട്ടോ. കാരണം രചനക്കാണെങ്കിൽ ആകാശിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലായി. മഹേഷായിട്ട് ഒന്നിക്കുകയാണെങ്കിൽ നല്ല കാര്യം എന്ന് രചനയെ വിചാരിക്കണം. ആദ്യമൊക്കെ രചന ഇങ്ങനെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നെ പതുക്കെ രചനക്കും തോന്നി തുടങ്ങുന്നുണ്ട്, ശരിയാണല്ലോ തൻ്റെ മോനും മഹേഷും അല്ലേ എപ്പോഴും ഒരുമിച്ച് ജീവിക്കണത്. അല്ലാതെ ഇടക്കാലത്ത് വന്ന ഇഷിതയും അതുപോലെ തന്നെ ആകാശമല്ലോ. അങ്ങനെ രചനയുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഇങ്ങനെ വരുവാണ്, മഹേഷായിട്ട് ഒന്നിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്നുള്ളത്. അങ്ങനെ മഹേഷായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇഷിതയും നമ്മുടെ രചനയും തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ മഹേഷ് എന്തൊക്കെ വന്നാലും രചനയെ സ്വീകരിക്കില്ല. അതുമാത്രമല്ല ആകാശിനൊരു അടി കിട്ടുന്ന പോലത്തെ ഒരു പെരുമാറ്റമായിട്ട് ആദ്യം പറയുന്നുണ്ട്. ആകാശ് നാളെ ഒരു ടൂർ പോകാൻ പോവാണ്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഉടനെ തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ഇവിടെ നിന്ന് പോകുമെന്ന് പറയാണ്. ആകാശ് ചോദിക്കണ്ടേ എവിടേക്ക് പോകുന്നു, നിങ്ങൾക്ക് അതിനൊരു വീട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആദ്യം പറയണ്ട, ആര് പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ലെന്ന്? ഡാഡിയുടെ വീട് എൻ്റെ വീട്, എൻ്റെ മമ്മിയുടെ കൂടി വീടാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകും, എൻ്റെ മമ്മിയും ഡാഡിയും ഒന്നാകുമെന്ന് പറയുമ്പോൾ ആകാശം ഒന്ന് ഷോക്കാവട്ടെ, ഇനി അവരൊന്നാകോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും നാളെ അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.